Okay, good evening all. Good evening, ma'am. Good evening. Okay. So we are going to start the first section of certificate course in phytochemistry. So about this course, it is a collaboration or linkage with other colleges also. We have Maharajas College as a main contributor to this course, and we are looking for linkage with the Kerala Ayurveda Limited, Attani. So they are also interested to be part with us. So they were asked to provide us the raw materials for their industry. സോ എല്ലാവരും റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ പ്ലാന്റ്സിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ഇൻഡസ്ട്രിയിൽ കൊടുക്കാനും കൂടിയാണ് അവരുടെ ഒരു കൊളാബറേഷൻ വേണ്ടത്. പിന്നെ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ കാര്യം എത്രമാത്രം പ്രാക്ടിക്കലാണെന്നറിയില്ല. വി ആർ ഓൾസോ പ്ലാനിങ് ഫോർ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഓൾസോ to this particular Ayurvedic center. So they will explain to us what all processes are happening in that industry. എങ്ങനെയാണ് കുറേ പ്രൊഡക്ട്സ് അല്ലെ ആയുർവേദ റിലേറ്റഡ് പ്രൊഡക്ട്സ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ. സോ യു പീപ്പിൾ വിൽ ഹാവ് ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ സ്റ്റാൻഡർഡൈസിങ് ദ പ്ലാന്റ്സ് ഓർ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ഡ്രഗ്സ് ഓക്കെ, ഹൗ യു ആർ ഗോയിങ് ടു സ്റ്റാൻഡർഡൈസ് ദ ഡ്രഗ്സ്. എൻ്റെ വോയിസ് ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ക്ലാരിറ്റി കുറവുണ്ടോ? യെസ് ഓർ നോ? വോയിസ് എൻ്റെ വോയിസ് കുഴപ്പമില്ല. ഓക്കെ, യെസ്. സോ സെൻറ്റ് ജോസഫ് കോളേജിലെ സ്റ്റുഡൻസ് കമ്പൽസറി ആയിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടിയിരിക്കണം. നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്സിന് സർട്ടിഫിക്കറ്റ് കോഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിന് എന്താ കെമിസ്ട്രി സ്റ്റുഡൻസ് വരെ ഉണ്ട്, അവർക്ക് ഫ്യൂച്ചർ അതായത് പ്രൊജക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ BSc പ്രോജക്റ്റ് MSc പ്രോജക്ട്സിനൊക്കെ ഉള്ള ഹെൽപ്പാണ് നമ്മൾ ഈ ഒരു കോഴ്സ് വഴി ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, സോ നെറ്റ്വർക്ക് ഇഷ്യൂ വരും. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഇതാക്കുകയാണ്, വീഡിയോ മോഡ് ഒന്ന് മാറ്റാണ്. ഓക്കെ, സ്ലൈഡ് വിസിബിൾ ആണോ? സ്ലൈഡ് വിസിബിൾ ആണോ എല്ലാവർക്കും? Yes, ma'am. Okay. So we are here with the starting section of the certificate course in phytochemistry. കേട്ടോ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈറ്റോകെമിസ്ട്രിയുടെ എന്തെല്ലാം മൊഡ്യൂൾസ് ആണ് പഠിക്കുന്നത്. 15 hours തിയറി ആൻഡ് 15 hours പ്രാക്ടിക്കൽ ആണ്. Since majority of the students are from our college itself, we will have a section on practical side from the college itself. Others will we will call on Saturdays. സാറ്റർഡേ ഏതെങ്കിലും ഒരു ദിവസം സാറ്റർഡേസ് വിളിച്ചിട്ട് അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഓക്കെ, so these are the different modules that you have to learn. That is module 1 Introduction to Pharmacognosy. പിന്നെ അടുത്തത് module 2 is Pharmaceutical Botany and module 3 is drug in the quality, how you are going to standardize a drug. And after that, after standardization, you are going with the module of cultivation, collection, processing and storage. കേട്ടോ, ഇതും കൂടി ഉണ്ട്. You are going to cultivate it, you are going to collect it and you are going to store it. ഇവിടെയാണ് we are going to do our raw material. അത് നമ്മൾ എന്താണ് കേരള ആയുർവേദ ഫാർമസി അവർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളാണ് ബേസിക്കലി വി ആർ ഗോയിങ് ഫോർ ആൻ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഓൾസോ. കോവിഡിന്റെ ഇതുണ്ടെങ്കിൽ വി വിൽ ഡു ദ കളക്ഷൻസ് ഫ്രം ദ ഹോം ഇറ്റ്സെൽഫ്. We will cultivate and we will collect the materials and store the materials and we will send to them. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇസ് ലാസ്റ്റ് മൊഡ്യൂൾ ആണ് പ്രൈമറി മെറ്റാബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ്. നമ്മുടെ പ്ലാന്റ്സിലുള്ള പ്രൈമറി മെറ്റാബോളൈറ്റ്സ് ഏതാണ് ആൻഡ് ദ സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് ഓൾസോ. And from practical side, what we are doing is we will come to the lab and we will do some microscopic analysis. Microscopic കൂടി you will do some analysis, and just like in chemistry you are checking the functional group and whether it is alkanes, alkynes or carboxylic acid, phenolics, and the same work is also done for plant also, whether the plant is having phenols, flavonoids, everything is there or not. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ യു ആർ ഡൂയിങ് ഇൻ ദ ലാബ് ഓൾസോ. ഓക്കെ, ഇപ്പം നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് ഇസ് ഡിറ്റക്റ്റഡ് യൂസിങ് മോളിഷ് റിയേജന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കെമിസ്ട്രിയിൽ
you can just you know everything about it. Okay. Okay. അപ്പോൾ നിങ്ങളെല്ലാവരും ഹോമിയോ ടാബ്ലറ്റ്സ് കഴിച്ചിട്ടുണ്ട് അല്ലേ? ഹോമിയോ ടാബ്ലറ്റ്സ് ഇസ് ബീൻ ഡിപ്ഡ് വിത്ത് ആ ഒരു ഷുഗർ ബീറ്റ്സ് ഇസ് ബീൻ ഡിപ്ഡ് എന്ത് ഇൻ ദ ടിങ്ചർ അല്ലേ? ഒന്നിൽ നമ്മുടെ പനിക്കൂർക്കയുടെ കോളിയേഴ്സ് ആരോമാറ്റിക്, ഇവിടെ പടം കാണാം നമുക്ക്. കോളിയേഴ്സ് ആരോമാറ്റിക്കസിന്റെ എന്താ പറയുക ടിങ്ചറിലാണ്. ടിങ്ചർ ഉണ്ടാക്കണ എങ്ങനെയാണ്? ആൽക്കഹോൾ ഇസ് ബീൻ മിക്സ്ഡ് വിത്ത് ആൽക്കഹോൾ, അതായത് 90% ആൽക്കഹോൾ ഒന്നും അല്ല, ഒരു 70% ആൽക്കഹോൾ ഇസ് മിക്സ്ഡ് വിത്ത് പ്ലാന്റിന്റെ ലീവ്സ് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ടേക്കണ കണ്ടോ? So, and that tincture is being, that is a tincture. Sometimes you can use alcohol beverages, alcoholic components like vodka പോലത്തെ എന്താണ് ഫ്രൂട്ട് ജ്യൂസസ്, ഫ്രൂട്ട് എസ്റ്റേഴ്സ്. നിങ്ങൾ എസ്റ്റർ ഗ്രൂപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? എസ്റ്റേഴ്സിൽ നമ്മൾ എന്താണ്, you are going to dip your flowers or what is called this leaves, Colliers aromaticus ന്റെ ലീഫ്, തുളസിയുടെ ലീഫ് എല്ലാം നമ്മൾ എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കും. അതുകൊണ്ട് കുറച്ച് നാൾ, ഒരു 1 month കഴിയുമ്പോഴേക്ക് യു വിൽ ഫിൽട്ടർ ഇറ്റ് ആൻഡ് യു വിൽ ജസ്റ്റ് മിക്സ് ഇറ്റ് വിത്ത് ദ ഹോമിയോ ടാബ്ലറ്റ്സ്. അതാണ് നമുക്ക് പനി വരുമ്പോഴേക്കും വെൻ വി ഗോ ഫോർ ദ ഹോമിയോ ഡിസ്പെൻസറീസ്, ദേ വിൽ പ്രൊവൈഡ് യു വിത്ത് ദിസ് ക്യാപ്സ്യൂൾസ് അല്ലെ? ഈ ഒരു ചെറിയ ഷുഗർ ബീഡ്സ് തരും. അതിനകത്ത് എന്താ ഡിപ്പ് ചെയ്തേക്കണേ? ഇറ്റ് ക്യാൻ ബി സം പ്ലാന്റ് എക്സ്ട്രാക്ട്സ്. ഹൗ ദ പ്ലാന്റ് എക്സ്ട്രാക്ട്സ്, ഈവൻ നമ്മുടെ ജാമ്പക്കിയില്ലേ, ജാമ്പൂർ, from there also the extract is being taken and it is being dipped with the tincture എന്നാണ് അതിനെ പറയുന്നത്, tincture preparation എന്ന് പറയും. അപ്പോൾ pharmacognosy ശരിക്കും in this module what you are going to learn is what is pharmacognosy, what is the scope of it, and how you are going to classify the ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. പ്ലാന്റിൽ നിന്നും, ക്രൂഡ് പ്ലാന്റിൽ നിന്നും എടുക്കുന്ന സാധനത്തിന് നമ്മൾ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. പ്ലാന്റ് ആസ് സച്ച് ഇസ് എ ഡ്രഗ് എന്ന് പറയില്ല. പ്ലാന്റിൽ നിന്നും നമ്മൾ കോമ്പൗണ്ട് എടുത്ത് ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഡ്രഗ്സ് ആൻഡ് ദാറ്റ് ക്യാൻ ബി ദ ലാക്ടെക്സ്, ദ മിൽക്കി ജ്യൂസ് ഓർ ദ ജ്യൂസസ് അല്ലെ? നമ്മൾ യു ആർ കൺസ്യൂമിങ് ദിസ് എന്താണ്, ഞാവൽപ്പഴം കഴിക്കുമ്പോൾ അതിനകത്തുള്ള ജ്യൂസ് നിങ്ങൾ എടുക്കുന്നത്. ജാമ്പോലൻ എന്ന് പറഞ്ഞ ജ്യൂസ് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എന്താണ്, പങ്കജകസ്തൂരി കഴിക്കുന്നുണ്ട്. അതിലെന്താണ്, ഡ്രൈഡ് ആയിട്ടുള്ള എക്സ്ട്രാക്ട്സ് കാണാം. നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാമ്പാറിനൊക്കെ ഉണ്ടാക്കുന്ന അസഫോയിറ്റിഡ കായം, ദാറ്റ് ഇസ് ഗംസ്. നമ്മൾ പള്ളിയിൽ യൂസ് ചെയ്യുന്ന കുന്തിരിക്കം, so that is coming under gums. And mucilage is also there, just like glycerin, then oleoresin. ചിലപ്പോൾ നിങ്ങൾ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ട്, നെയിൽ പോളിഷിൽ ഒരു സ്റ്റിങ് സ്മെല്ല് വരുന്ന കണ്ടിട്ടുണ്ടോ? ദാറ്റ് ഇസ് എ resin that is being used കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, this is the basic understanding of pharmacognosy. നമ്മൾ പ്ലാന്റ് എടുക്കുന്നു, പ്ലാന്റ് ഡ്രൈ ചെയ്ത്, ഷെയ്ഡ് ഡ്രൈ ആണ് ചെയ്യുന്നത്. ഒരിക്കലും പ്ലാന്റിന്, അതായത് നമ്മുടെ യു ഷുഡ് നോട്ട് കീപ് ദ ട്വിഗ്സ് ഡയറക്ട്ലി ഇൻ ടു ദ സൺലൈറ്റ്. മൈലാഞ്ചിയൊക്കെ നമ്മൾ ഡയറക്ട്ലി സൺലൈറ്റിൽ കൊണ്ടുവച്ച് ഉണക്കരുത്. കാരണം എന്താ, അത് പൊടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിട്ട് കഴിഞ്ഞാൽ ചുമക്കില്ല. സോ യു ഹാവ് ടു ഗോ ഓൾവേസ് ഫോർ ഷെയ്ഡ് ഡ്രൈയിങ്. പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഷെയ്ഡ് ഡ്രൈയിങ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആൻഡ് ഇപ്പൊ ചീരയാണെങ്കിൽ ചീര കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ല, സോ യു ക്യാൻ ഗോ ഫോർ എ ടാബ്ലറ്റ് ഫോം, ദാറ്റ് ഇസ് ദ ഈ ഒരു താഴെ കാണുന്ന ടാബ്ലറ്റ് ഉണ്ടോ, അത് ചീര പൊടിച്ച് വെച്ച്, അതായത് ചീരയുടെ ഇല യു ആർ ഡ്രൈയിങ് ഇറ്റ് ആൻഡ് യു ആർ മിക്സിയിൽ വെച്ച് പൊടിച്ചെടുത്ത്, അല്ലെ ഹാൻഡ് വെച്ച് തന്നെ പൊടിച്ചെടുത്ത് നമ്മൾ ആ ക്യാപ്സ്യൂളിൽ ആക്കി കൊടുക്കുന്നത്. ക്യാപ്സ്യൂൾ നമുക്ക് മേടിക്കാൻ കിട്ടും ആമസോണിൽ നിന്ന്. ആ ക്യാപ്സ്യൂളിൽ ഫില്ല് ചെയ്യും. ഓക്കെ. or you can coat with some gelatin like thing. Gelatin വെച്ച് കോട്ട് ചെയ്യാം. ഈ ഒരു ഇതാണ് കോഡ് ലിവർ ഓയിൽ ഒക്കെ ഉണ്ടാക്കാൻ. കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് യു ക്യാൻ കവർ ഇറ്റ് വിത്ത് ജെൽ. നിങ്ങൾ പുഡിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ജെൽസ് ക്യാൻ ബി ഓൾസോ യൂസ് ഫോർ മേക്കിംഗ് ക്യാപ്സ്യൂൾസ്. അതിന് സോഫ്റ്റ് ജെൽ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ സോഫ്റ്റ് ജെൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. So you can provide the extract and they will make the soft gel. നിങ്ങൾ ജെലൂസിൽ കഴിച്ചിട്ടുണ്ട് അല്ലെ? ജെലൂസിൽ കഴിച്ചിട്ടുണ്ട്. ദെൻ യു ക്യാൻ പുതീൻഹാര എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. സോ എവറിത്തിങ് പുതീനയുടെ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിനെ ജെൽ രൂപത്തിലാക്കുന്നതാണ് അല്ലെ പുതീൻഹാര. സോ എവറിത്തിങ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് ആൻഡ് ഹൗ ദേ ആർ മേക്കിംഗ് ഇറ്റ് ഇൻ ദ ക്യാപ്സ്യൂൾ. ഇത് നിങ്ങൾ പഴയ എന്താ പറയുക ഹോമിയോ ഡിസ്പെൻസറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ജാറിൽ എന്താണ് ആൽക്കഹോൾ അല്ലെങ്കിൽ വോൾക്ക പോലത്തെ ബീവറേജ് ഒക്കെ യൂസ് ചെയ്ത് കെട്ടിവെക്കും, കോർക്കിട്ടാണ് കെട്ടിവെക്കണേ. അപ്പോൾ ദർ വിൽ ബി നോ എനി എക്സ്പോഷർ ടു ദ
നോ എനി എക്സ്പോഷർ ഓഫ് ഔട്ട്സൈഡ് മീഡിയം ഇൻ ടു ദ ഇൻസൈഡ്. അതിനാണ് കോർക്കിട്ട് ടൈ ചെയ്ത് വെക്കുന്നത്. യു ക്യാൻ ഡിറൈവ് സിനാമൻ ഓയിൽ. സിനാമൻ നമ്മൾ പട്ടയില്ലേ, വീട്ടിൽ യൂസ് ചെയ്യുന്ന പട്ടയില, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്ന ബേ ലീവ്സ്, ഫ്രം ദെയർ ഓൾ യു ആർ എക്സ്ട്രാക്ടിങ് ഓയിൽ എടുത്തിട്ട് അതാണ് or you can put it in the alcohol solution and you can make tinctures. So tincturesനൊക്കെ നല്ല റേറ്റ് ആണ്. when you supply tinctures to that industry they will pay you. okay, so ഇതാണ് ശരിക്കും ഈ ഫാർമക്കോഗ്നോസി എന്ന് പറഞ്ഞ ടേം പുട്ട് ഫോർവേഡ് ചെയ്തത് ഈ രണ്ട് ഫിസീഷ്യൻസ് ആണ്, സെയിൽഡറും ഷിമിത്തും. ഓക്കെ, these two people were use this term pharmacognosy. കേട്ടോ, ഫാർമക്കോഗ്നോസി, ഫാർമസി. ഓക്കെ, you are using crude plants for medicinal applications or preparation of drug. അതാണ് ആ ടെർമിനോളജി മെഷർ ചെയ്യുന്നത് ഓർ മീനിങ് തരുന്നത്. ഓക്കെ, and you are, from where you are taking this crude drug, from where, which place you are taking. It can be from animals, it can be from plants, or you can use mineral resources. So, and these plants, animals and mineral resources, from there you are taking some compounds. That is a basic stone for pharmacognosy. But pharmacognosy uses the crude drugs that is derived from where, from plants, from animals and from mineral resources. കേട്ടോ, ഇവിടെ നിന്നൊക്കെയാണ് അവർ ഡ്രഗ് എടുക്കുന്നത്. ഇപ്പൊ ആനിമൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് the animal is giving us bee wax, right? Bee wax is there. വാക്സ് എടുത്തിട്ട് ആ വാക്സ് നമുക്ക് പല ഓയിൽമെന്റ്സ് അല്ലെ, ക്രീംസ് ഫോർ ദാറ്റ്. പിന്നെ നമ്മുടെ ഈ സ്നെയിലില്ലേ, സ്നെയിലിന്റെ മ്യൂസിലേജ്, ദാറ്റ് ഇസ് ബീൻ യൂസ് ഫോർ കോസ്മെറ്റിക് ഇൻഡസ്ട്രീസ്. ആൻഡ് ഇറ്റ് കീപ്സ് ഓൺ ഗോയിങ്. ദർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് ഓൾസോ. ഇപ്പൊ കസ്തൂരിമാൻ, എന്താ പറയാ, some smell producing organs seen in animals can also be extracted. Okay, so from animals you get lot of things. It can be chitin. ഇപ്പൊ ചെമ്മീൻ, പ്രോൺസ് എടുക്കുമ്പോൾ പ്രോൺസിന്റെ കവറിങ് ഇല്ലേ, chitin, that can be break down and that can be powdered and you can use it as a drug. ഓക്കെ, ആൻഡ് ഓൾ ദീസ് ദ മിനറൽ സോഴ്സസ്. നിങ്ങൾ കോവിഡ് വന്നപ്പോൾ എന്താണ്, ആർസനിക് ആൽബം കഴിച്ചു അല്ലെ, ആർസനിക് ആൽബം, arsenic is another constituent, mineral constituent. So that element is also being used for preparation of medicines. അപ്പം ആർസനിക്കിന്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലാവുമ്പോൾ യു വിൽ ഗെറ്റ് സം അതർ ഡിസീസസ് ഓൾസോ. അല്ലെ, കിഡ്നി അത് ഡീടോക്സിഫൈ ചെയ്യാനുള്ള പ്രോപ്പർട്ടി മിസ്സിംഗ് ആയിരിക്കും. ഇറ്റ് ക്യാൻ നോട്ട് ഡീടോക്സിഫൈ. സോ ഒരുപാട് കൺസെപ്ഷൻ ക്യാൻ കോസ് സം ചാലഞ്ചിങ്. കേട്ടോ, ക്രൂഡ് ഡ്രഗ്സിനും ചാലഞ്ചിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ക്രൂഡ് ഡ്രഗ് ഉണ്ടാക്കേണ്ടത്? ഹൗ യു ക്യാൻ എക്സ്ട്രാക്ട് ക്രൂഡ് ഡ്രഗ് ഫ്രം പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മിനറൽ റിസോഴ്സസ്. ഹൗ യു ആർ ഗോയിങ് ടു എക്സ്ട്രാക്ട്? ഇപ്പൊ ഹെർബൽ ടീ എങ്ങനെ ഉണ്ടാക്കുന്നത്? യു ആർ ടേക്കിംഗ് സം ബോയിലിംഗ് വാട്ടർ. കണ്ടോ, യു ആർ ടേക്കിംഗ് സം ബോയിലിംഗ് വാട്ടർ ആൻഡ് യു ആർ ആഡിങ് സം തുളസി, സിനമൺ, പെപ്പർ. അത് നമ്മൾ തിളപ്പിക്കുകയാണ്, നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു എന്താ പറയുക, ഈ ഒരു താഴത്തെ ഡയഗ്രത്തിൽ തന്നെ തിളക്കുന്നതാണ്, ഡബിൾ ബോയിൽ ആണ് അവിടെ ചെയ്യുന്നത്. So you are taking some water and into that you are putting all these ingredients. കേട്ടോ, അതെല്ലാം ഇട്ടിട്ട്, ഇൻഗ്രീഡിയൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്ലാന്റ്സ് ഓർ ആനിമൽ റിലേറ്റഡ് ഓർ മിനറൽ റിലേറ്റഡ്, ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കളർ ചേഞ്ച്ഡ് സൊല്യൂഷൻ, ദ ജ്യൂസ്, ദ എക്സ്ട്രാക്ട്സ്. ആൽക്കഹോൾ ആണ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ, ആൽക്കഹോൾ ഫ്ലെയിമബിൾ ആണ്. സോ യു ഹാവ് ടു ഗോ ഫോർ ദിസ് ടൈപ്പ്. ഇത് കണ്ടോ, ഇങ്ങനെ കുപ്പിയിൽ ഇട്ട് വെക്കുന്നതാണ് ടിങ്ചേഴ്സ്. കേട്ടോ, കുപ്പിയിൽ നമ്മൾ യു ആർ സ്റ്റോറിങ് ദ മെറ്റീരിയൽസ് ഇൻ ദ ബോട്ടിൽസ് ഫോർ മന്ത്സ്. ദാറ്റ് ഇസ് ദ what is our tinctures. When we go for boiling purposes, boiling ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ you can have this extract and juices that has been used. ഈ tinctures extract and juice എവിടെയാണ് യൂസ് ചെയ്യുന്നത്? For medicine purpose, for making syrup, for making oilments. ഇപ്പം ബീ വാക്സ് എടുത്ത് ഓയിൽമെന്റ്സിനൊക്കെ യു ക്യാൻ യൂസ് ഇറ്റ്. ഇതുണ്ട്, ദിസ് ഇസ് എൻ ഹെർബൽ ടീ. ഈ കളർ ചേഞ്ച് കണ്ടോ, ഇതിന്റെ ഈ ഒരു ഡയഗ്രത്തിൽ കളർ ചേഞ്ച് കണ്ടോ, ദിസ് ഇസ് ദാറ്റ് കളർ ചേഞ്ച്. ദാറ്റ് ഇസ് എ ഹെർബൽ ടീ. എങ്ങനെയാണ് ഹെർബൽ ടീ? ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടു അല്ലെ, യു ക്യാൻ ഗോ ഫോർ എ ഹെർബൽ ടീ, ഡബിൾ ബോയിലിംഗ് ഓഫ് ഓർ ഡയറക്ട്ലി ബോയിലിംഗ് ക്യാൻ കിൽ ഓർ ക്യാൻ ഡിമിനിഷ് ദ പ്ലാന്റ് കോൺസ്റ്റുവൻസ്. കുറേ പ്ലാന്റ് കോൺസ്റ്റുവൻസ് ഉണ്ട്, അത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ കുറച്ച് കോൺസ്റ്റുവൻസിന്റെ പേര് പഠിക്കും. അതൊക്കെ എന്താ പറയാ, തെർമലി എന്താ പറയുക, ലയബിൾ ആണ്.
they are unstable, they can undergo changes. അപ്പോൾ പ്ലാന്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സാധനമില്ലേ അത് എന്താണ് ആ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഭയങ്കര ഹോട്ട് ടെമ്പറേച്ചറിലാണെങ്കിൽ എബവ് 100 ഡിഗ്രി ആണെങ്കിൽ കുറെ കോൺസ്റ്റുവൻസ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ യു ഹാവ് ടു ഗോ ഫോർ ദിസ് കൈൻഡ് ഓഫ് ഡബിൾ ബോയിലിംഗ് ക്യാൻ പ്രിസർവ് സം മെറ്റീരിയൽസ് കേട്ടോ. ഈവൻ ഓയിൽ ഇസ് ഓൾസോ ബീൻ എക്സ്ട്രാക്റ്റഡ് യൂസിങ് ദിസ് കൈൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ആൻ ഹെർബൽ ടീ. അപ്പം നെക്സ്റ്റ് ഇസ് നമ്മൾ കോളേജിൽ വന്നിട്ട് ഇഫ് യു ഹാവ് എന്താണ് എന്താ പറയുക തുളസിയുടെ പൊടിച്ചതുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ഇൻ യുവർ ഹോം എന്താണ് സം സിനമൺ, ഓർ ഇഫ് യു ഹാവ് സം ക്ലോവ്സ് പൊടിച്ചതുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് മൈലാഞ്ചി ഇല്ലേ മൈലാഞ്ചിയുടെ അത് പൊടിച്ച് കയ്യിലുണ്ടെങ്കിൽ, സോ വെൻ അതൊരു പ്രാക്ടിക്കലാണ്. യു ഓൾ ഹാവ് ടു ബ്രിങ് ദ പൗഡേർഡ് സാമ്പിൾ ഓഫ്. അപ്പം എങ്ങനെയാണ് പൗഡർ ഉണ്ടാക്കുന്നത്, how you are going to make a powder, how you are going to make a leaf powder or herbal extract using leaf powder. Leaf powder ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് ചെമ്പരത്തിയുടെ ഇല എടുക്കുക, അതിന് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തുടക്കണം. ഇൻഫെക്ഷൻ ആയിട്ട് കോസ് ചെയ്ത ഇലകളെല്ലാം അവോയ്ഡ് ചെയ്യണം. യു ഹാവ് ടു വൈപ്പ് ഇറ്റ് വിത്ത് എ നീറ്റ് ക്ലോത്ത്, ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്ത ശേഷം you should not place it on the newspaper. Instead of that you can go for some എന്താണ് തിൻ ഫിലിം പേപ്പേഴ്സ് ഇല്ല, നമ്മൾ പ്ലാസ്റ്റിക് പേപ്പേഴ്സിന് മുകളിലാണ് ഇത് വെച്ചിട്ട് ഉണക്കേണ്ടത്. ഷെയ്ഡ് ഡ്രൈ ആണ് ചെയ്യേണ്ടത്. ഷെയ്ഡ് ഡ്രൈ ചെയ്തിട്ട് നല്ല ക്രിസ്പി ആകുമ്പോഴേക്കും യു ഹാവ് ടു ഗോ ഫോർ എന്താണ് ഒന്നിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സംടൈംസ് സം പീപ്പിൾ വാണ്ട് ദ സാമ്പിൾസ് വെരി ഫാസ്റ്റ്ലി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, ദേ ഗോ ഫോർ ഓവൻ ഡ്രൈയിങ് ഓൾസോ. ദേ വിൽ ടേക്ക് ദ പ്ലാന്റ് സാമ്പിൾ, ഒരു ഹാഫ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും വെള്ളം പോകുന്നില്ല. സോ വാട്ടർ മോയ്സ്ചർ കണ്ടന്റ് ഷുഡ് ബി, പെട്ടെന്ന് നമ്മൾ ആ മോയ്സ്ചർ കണ്ടന്റ് കളയണം. So for that they are keeping in oven at 55 degrees Celsius. അത്ര ടെമ്പറേച്ചറേ പാടുള്ളൂ, 55 degrees Celsius. And they are demoisturizing it, and they will do one thing is they will മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുക്കും. They will grind it and we'll get this kind of powder. കണ്ടോ, ഈ ഒരു വാച്ച് ഗ്ലാസ്സിൽ ഒരു പൗഡർ ഉണ്ടോ, ഈ പൗഡർ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആൻഡ് യു ഹാവ് ടു, ഹൗ യു ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് ലിക്വിഡ്സ്, യു ക്യാൻ പുട്ട് എയ്തർ ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പൈപ്പിലെ വെള്ളമല്ല, യു ആർ ഗോയിങ് ഫോർ മിനറലൈസ്ഡ് വാട്ടർ കേട്ടോ. നമ്മുടെ ഡബിൾ ഡിസ്റ്റിലേഷൻ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന വാട്ടർ ഇസ് അവൈലബിൾ ഇൻ അവർ കോളേജ്. ഇഫ് യു ബ്രിങ് ദ പൗഡർ വി ക്യാൻ ഗോ ഫോർ ദിസ് കൈൻഡ് ഓഫ് എക്സ്ട്രാക്ഷൻ. വാട്ടർ എക്സ്ട്രാക്ഷൻ ഉണ്ട്, ആൽക്കഹോൾ എക്സ്ട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, വാട്ടറിൽ നിന്നുള്ള വാട്ടർ വെച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ വെച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ ദിസ് കളർ ക്യാൻ വേരി, സി ദ കളർ ക്യാൻ വേരി. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എക്സ്ട്രാക്ഷൻസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ കേട്ടോ. അപ്പം എക്സ്ട്രാക്ഷൻ ഇസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ അവർ പ്രാക്ടിക്കൽ സെക്ഷൻ ഓൾസോ. ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് വരുന്നത് വെൻ വി ഡു പ്രാക്ടിക്കൽ. അപ്പോഴാണ് ഈ പ്ലാന്റ് എടുത്ത് അത് ഉണക്കി പൊടിച്ച് അതിൽ നിന്ന് എക്സ്ട്രാക്ട് എടുത്ത് അതിൽ നിന്നും ദാറ്റ് എക്സ്ട്രാക്ട് ഇസ് ബീൻ യൂസ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനോളിക് കോമ്പൗണ്ട്സ്, ഫ്ലാവനോയിഡ്സ്, ടാനിൻസ് കേട്ടോ, അതൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, ആൻഡ് ഹൗ യു ഗോയിങ് ടു ക്ലാസിഫൈ ക്രൂഡ് ഡ്രഗ്സ്. ഇപ്പൊ നമ്മൾ ക്രൂഡ് ഡ്രഗ്സ് എന്താന്ന് പറഞ്ഞില്ലേ, പ്ലാന്റ്സ് ആവാം, ആനിമൽസ് ആവാം, മിനറൽസ് എന്നൊക്കെ എടുക്കുന്ന കോമ്പൗണ്ട് ആണ് ക്രൂഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ഇംഗ്ലീഷ് ഡിക്ഷണറി പോലെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യാം. ടാക്സോണമി, ഫ്ലവർ ഏതാ, ചെടി ഏതാ, അതിന്റെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മോർഫോളജി, അപ്പിയറൻസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ഹിയർ കംസ് ദ ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഇറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് ഹാവിങ് ഫിനോളിക് കോമ്പൗണ്ട്സ്, whether it is having carboxylic compounds, whether it is having amine compound base ചെയ്ത് വേണമെങ്കിലും you can classify. And what about then chemotaxonomy? You are using chemical on the basis of chemical. ഈ സെയിം കെമിക്കൽ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കീമോടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ. അതായത് ഒരിക്കലും പ്ലാന്റിന് ഫാമിലി വന്നത് ഒരിക്കലും മോർഫോളജി വെച്ച് മാത്രമല്ല, അതിന്റെ ക്യാരക്ടർ വെച്ചിട്ടാണ്. ഫ്ലവർ എങ്ങനെയാണ്, ഫ്രൂട്ട് എങ്ങനെയാണ്, അതൊക്കെ വെച്ചിട്ടാണ് അതിന്റെ ഒരു ക്യാരക്ടർ പഠിച്ചെടുത്തിട്ട് ആ ക്യാരക്ടറും കെമിക്കൽ ക്യാരക്ടറും രണ്ടും കൂടി പഠിച്ചിട്ടാണ് യു ആർ ഗോയിങ് ഫോർ ഡീറ്റെയിൽ സ്റ്റഡി. ഓക്കെ, സീറോളജിക്കൽ ടാക്സോണമി കെമിക്കൽ മാത്രമല്ല, ക്രോമസോം സ്റ്റഡി നടത്തുന്നുണ്ട്, പൊസിഷൻ ഓഫ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ടും നോക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് യു ഹാവ് ടു ലേൺ ദിസ് കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ അവർ സിലബസ് കേട്ടോ. അതാണിത് കണ്ടോ. This is the chemical constituents. What are the chemicals present in the plants? ഇത്രയും ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഒരു ഐഡിയ കിട്ടാനാണ് ഇത്രയും നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്
കേട്ടോ. ഒരു ചെറിയൊരു ഐഡിയ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് യു ആൾ ഹാവ് ടു നോ അബൌട്ട് ഇറ്റ് കേട്ടോ. സോ ദ കെമിക്കൽ കോൺസ്റ്റുവൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റി ക്യാൻസർ ഡ്രഗ് ഏതൊക്കെയാണ്? വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ. അതെന്താണ് ശരിക്കും? വിങ്കാറോസിയ എന്ന് പറഞ്ഞ പ്ലാന്റ് അറിയോ എല്ലാവർക്കും? ഐ ഡോണ്ട് നോ വെദർ എവറിബഡി നോസ്. ഇതാണ് വിങ്കാറോസിയ. വിങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിങ്കാറോസിയ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് ദാറ്റ് ഈസ് ശവന്നാറി എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ? ശവന്നാറി എന്ന് പറഞ്ഞ അപ്പോസൈനേസിയ ഫാമിലിയിൽ വരുന്ന ഇപ്പൊ കെമിസ്ട്രി സ്റ്റുഡൻസ് ഉണ്ടാവും, വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ടാവും, അപ്പം ബോട്ടണിക്കാരല്ലാണ്ട് സ്റ്റുഡൻസ് ഉണ്ടാവും. സോ യു ഷുഡ് നോ ദിസ് പ്ലാന്റ് കേട്ടോ. ഇതിൽ നിന്നാണ് നമ്മൾ ആന്റി ക്യാൻസർ, പിന്നെ നമ്മുടെ നക്സ്വോമിക്ക എന്ന് പറയുന്നത് എന്താണ്, ഇത് പറയില്ലേ നമ്മള്, കാരക്ക എന്ന് പറയില്ലേ? കാരക്കയുടെ പഴം കഴിച്ചിട്ടുണ്ടോ? ഇറ്റ് ഇസ് വെരി ടേസ്റ്റിയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നക്സ്വോമിക്ക എന്ന് പറയും, കാരക്ക എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. പിന്നെ അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ നമ്മുടെ അറ്റാക്ക് ഒക്കെ വരില്ലേ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോഴേക്കും നമ്മുടെ മസിൽ റിലാക്സ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിജിറ്റാലിസ്. അലോവേര എല്ലാവർക്കും അറിയാം. ഇൻ ദാറ്റ് യു ക്യാൻ സീ ഗ്ലൈക്കോസൈഡ്സ്. അപ്പൊ ഗ്ലൈക്കോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് ഈ ഡിജിറ്റാലിസിന്റെ അകത്തുള്ളത്. ഷുഗർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, ഗ്ലൈക്കോ. ഓക്കെ, ആൻഡ് അതിന്റെ എക്സാമ്പിൾ ആണ് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ലേ? യു മേ ബി നോട്ട് ഫെമിലിയർ വിത്ത് ദിസ് ഡിജിറ്റാലിസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഇസ് കാർബോഹൈഡ്രേറ്റ്സ്. അതെല്ലാവർക്കും അറിയാം അല്ലെ? ഐ തിങ്ക് കാർബോഹൈഡ്രേറ്റ്സ് ഇസ് വെരി ഫെമിലിയർ ഫോർ ഓൾ ഓഫ് യു. അക്കേഷ്യ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിസ് ഇസ് അക്കേഷ്യ. നമ്മുടെ മിക്ക സ്ഥലത്തും പോളൻ അലർജി കോസ് ചെയ്യുന്ന സിക്കിൾ ഷേപ്പ് പോലെ ഇത് കണ്ടോ? ഇതിന്റെ ഇല കണ്ടോ? ദിസ് ഇസ് ദ ഷേപ്പ് ഓഫ് ദറ്റ് ലീഫ്. മിക്ക സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ആലപ്പുഴയില് ബസ് സ്റ്റോപ്പിലൊക്കെ മിക്ക വീടുകളുടെ സൈഡിലൊക്കെ ഉണ്ട്. ഹൈവേയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു സിക്കിൾ ഷേപ്പ് പോലത്തെ ഒരു ഇലയുള്ള ഒരു ചെടിയാണ്. ഇതിന്റെ ആ മഞ്ഞ കളർ പോളൻ കണ്ടോ? അത് അലർജിക് ആണ്. അതാണ് അക്കേഷ്യ. അതിനകത്ത് ഒരുപാട് സ്റ്റാർച്ച് ഉണ്ട് കേട്ടോ. അനദർ ഇസ് അവർ വോളറ്റൈൽ ഓയിൽ. സ്മെല്ല് വരുന്ന എന്തോരം ചെടികളുണ്ട്. തുളസി അടക്കം. തുളസി നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? തുളസി ഉണ്ട്, കറുവാപ്പട്ടയുണ്ട്, എന്താണ് നമ്മള് യൂസ് ചെയ്യുന്ന കൊറിയാൻഡർ, മല്ലി, മഞ്ഞൾ, പിന്നെന്താണ് കറയാമ്പ് അല്ലെ? അതിലൊക്കെ ഗ്രാമ്പൂലൊക്കെ ഉണ്ട് അല്ലെ? എവറിത്തിങ്. ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സീഡ്സ്, ക്യുമിൻ സീഡ്സ്, ജീരകത്തിൽ വരെ സ്മെല്ലുണ്ട്. അപ്പൊ അതെന്താണ്? ആ സ്മെല്ല് എന്താണ്? ബിക്കോസ് ഓഫ് ദാറ്റ് ഓളറ്റൈൽ ഓയിൽ. ടെർപീൻസ് എന്ന് പറയും, കേട്ടോ. ഇറ്റ് ഈസ് എൻ ഓളറ്റൈൽ ഓയിൽ. ട്രൈറ്റർപീൻസ്, ഡൈറ്റർപീൻസ്, എസ്ക്യൂട്ടർപീൻസ്, ഇഷ്ടംപോലെ ടെർപീൻസ് ഇസ് എ മേജർ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് വെയർ യു ക്യാൻ ഗെറ്റ് അറോമാറ്റിക് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. വോളറ്റൈൽ ഓയിൽ ഉണ്ട്. ഈ വോളറ്റൈൽ ഓയിൽ അസസ് ചെയ്യാൻ GCMS എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതില് നമ്മൾ ഇതിന്റെ ഓയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. പല ടൈപ്പ് ആൽമിറ്റിക് ആസിഡ്, കുറെ ആസിഡ്സ് ഒക്കെ കാണുന്നത് വോളറ്റൈൽ ഓയിലാണ് കേട്ടോ. ഇനി അടുത്തതാണ് നെക്സ്റ്റ് വൺ ഇസ് അവർ this resins. Resins are basically seen in cycas, pinus. പൈൻ മരം കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും? അതിനകത്തൊക്കെ റെസിൻ കോമ്പിനേഷൻസ് ഒക്കെ കാണാം കേട്ടോ. ഇനി അടുത്തത് ഇതെന്ത് ഡയഗ്രാം എന്ന് അറിയോ? ദിസ് ഇസ് എ ടീ. കണ്ണൻ ദേവൻ ചായ അല്ലെ? അതിന്റെ ഒരു പരസ്യം കണ്ടില്ലേ? അതിൽ ഈ ചായയുടെ ഒരു ഇലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലെന്താ കാണുന്നേ? ഈ ചായയുടെ ഇലയിൽ എന്താ കാണുന്നത്? യു ക്യാൻ സീ ദ ടാനിൻ ലൈക്ക് കോമ്പൗണ്ട്സ്. ഭയങ്കര ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഓക്സിഡന്റ് മോളിക്യൂൾ ആണ് ടാനിൻസ്. ചായയിൽ കാണുന്ന കറയില്ലേ, ചായയുടെ കറ എന്തുകൊണ്ടാണ്? ആ ഒരു ഡൈ ഇല്ലേ, ആ ഡൈ ടാനിൻസ് ആണ്. ഇവൻ മാംഗ്രൂവ്സ് ഇല്ലേ, നമ്മുടെ കണ്ടൽ വനങ്ങൾ, അതിൽ നിന്നും ടാനിൻസ് എടുക്കും. അതില് ഹൈഡ്രോളൈസബിൾ ടാനിൻസ്, അങ്ങനെ ഇഷ്ടംപോലെ കോമ്പൗണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ നമ്മൾ കഴിക്കുന്ന പപ്പായയിൽ വരെ പപ്പൈൻ എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്, അല്ലെങ്കിൽ പപ്പൈൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഈസ് യൂസ്ഡ് ആസ് ഡ്രഗ്. പപ്പൈൻ കേട്ടോ. പപ്പായയുടെ ചിലപ്പോ ഒരു സമയത്ത് ഡെങ്കി വന്നപ്പോ പപ്പായയുടെ ഇല തിളപ്പിച്ച് കുടിക്കാൻ പറ്റും. അപ്പൊ എന്താ പറയുക, പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കൂട്ടാം. അപ്പൊ ഈ പപ്പായൻ എൻസൈംസ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ലിപ്പിഡ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആനിമൽസിൽ നിന്നുള്ള ബീവാക്സ്, ഹണി കോംബിൽ നിന്നുള്ള ബീവാക്സ്. അപ്പൊ പല രീതിയിൽ നമുക്ക് ലിപ്പിഡ്സ് എടുക്കാം. ഓക്കെ,
ലാക്റ്റിക് ആസിഡ്, അതെല്ലാം വരുന്നതെല്ലാം ലിപ്പിഡ്സ് ആണ്. അപ്പൊ ഇതൊരു ജനറൽ ഐഡിയ തരാനാണ് ഈ ഒരു എക്സാമ്പിൾ. അപ്പൊ ആൽക്കഹോൾസ്, ഗ്ലൈക്കോസൈഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, volatile oil like terpenes, resins, tannins, അത്രയും ഓർത്തിരിക്കുക. ആൻഡ് ഓൾസോ ലിപ്പിഡ്സ് കേട്ടോ. അപ്പൊ ഇത് കണ്ട് ഇതാവണ്ട. ഓർഗനൈസ്ഡ് ഡ്രഗ് ഉണ്ട്, അൺഓർഗനൈസ്ഡ് ഡ്രഗ് ഉണ്ട്. ഓർഗനൈസ്ഡ് ഡ്രഗ് എന്ന് പറയുമ്പം എന്താണ്, ഇറ്റ് ക്യാൻ ബി ലീവ്സ്, ഇറ്റ് ക്യാൻ ബി വുഡ്, സ്റ്റെം, ഫ്രൂട്ട് കേട്ടോ, റൈസോം, പ്ലാന്റ് ആസിഡ്, ഇതെല്ലാം വന്നത് ഓർഗനൈസ്ഡിലാണ്. പക്ഷേ അൺഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ, അതിൽ നിന്നും കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. ആ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്ന, അതായത് പ്ലാന്റിന്റെ സ്റ്റെമ്മിൽ നിന്ന് കിട്ടുന്ന ആ മിൽക്കി ഫ്ലൂയിഡ്, ലാക്ടെക്സ്, നമ്മുടെ റബ്ബർ, വാക്സ്, ബീ വാക്സ്, ഗം, കുന്തിരിക്കം, പിന്നെന്താണ് കുന്തിരിക്കം പോലെ, പിന്നെ നമ്മുടെ അസഫോയിറ്റിഡ. ഓക്കെ, അസഫോയിറ്റിഡ് ഇസ് കമ്മിങ് അണ്ടർ റെസിൻ. കായമില്ലേ, കായത്തിന്റെ പൊടിയില്ലേ അത്. ഓക്കെ, പിന്നെ നമ്മള് ഇങ്ങനെ ഒട്ടിക്കുന്ന, എന്താ പറയുക, നന്നായിട്ട് ഒട്ടുന്ന സാധനങ്ങളുണ്ട്, ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം റെസിന്റെ അകത്ത് വരും. വോളറ്റൈൽ ഓയിൽ ഞാൻ നേരത്തെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലെ, റോസ്മേരി ഓയിൽ, പെപ്പർമിന്റ് ഓയിൽ, സാൻഡൽവുഡ് ഓയിൽ, എല്ലാം വരുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ആണ് അൺഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് എന്താണ്, പ്ലാന്റ് ആസിഡ്, പ്ലാന്റിന്റെ പാർട്സ് ആസിഡ്, വുഡ്, സാൻഡൽവുഡ്, റെഡ് വുഡ്, അല്ലെ നമ്മൾ രക്തചന്ദനമൊക്കെ തേക്കുന്നില്ലേ, രക്തചന്ദനമൊക്കെ പൊടിച്ചിട്ട് നമ്മൾ തേക്കില്ലേ മുഖത്ത്, അപ്പൊ അതിനൊക്കെ ഡിമാൻഡ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ലീവ്സ്, യൂക്കാലിപ്റ്റസിന്റെ ലീവ്സ്, കോളിയസിന്റെ ലീവ്സ്, മിന്റിന്റെ ലീവ്സ്, തുളസിയുടെ, ഓക്കെ, ടീ, ബാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, തൊലി, എന്താണ്, പ്ലാന്റിന്റെ തൊലി. നമ്മള് മലേറിയ, ആന്റി മലേറിയൽ ഡ്രഗ് ആയിട്ട് എന്താണ്, ക്യുനൈൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ്, സിങ്കോണ എന്ന് പറഞ്ഞ പ്ലാന്റിൽ, അശോകമരത്തിന്റെ തൊലി, അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്, മെഡിസിൻ പ്രിപ്പയർ ചെയ്യാനാണ്. അശോക അരിഷ്ടം ഇല്ലേ, അരിഷ്ടത്തിൽ യൂസ് ചെയ്യുന്ന അശോകമരത്തിന്റെ തൊലി. ഫ്ലവറിങ് പ്ലാന്റ്സ് നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ. ഫ്രൂട്ട്സ്, നമ്മളിപ്പോ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, ചില്ലി തൊട്ട് കാഡമം, അതെല്ലാം വരുന്നത് ഏതിലാണ്, ഓർഗനൈസ്ഡ് ഡ്രഗിലാണ്. സീഡ്സ്, നമ്മൾ എന്തോരം സീഡ്സ് കഴിക്കുന്നുണ്ട്, ക്യുമിൻ, നട്മഗ്, എന്താണ് നട്മഗ് ഇസ് അവർ ദിസ് തിങ്, മറ്റേ എന്തായിരുന്നു, നട്മഗ്, ജാതിക്ക അല്ലെ, ജാതിക്കയാണ്. ഓക്കെ, ആൻഡ് റൈസോമാണ് നമ്മുടെ ഗാർലിക്, വയമ്പ്, ജിഞ്ചർ, ഓൾ കംസ് അണ്ടർ. ആൻഡ് പ്ലാന്റ് ഡയറക്ട്ലി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കൊടങ്ങല്, ബ്രഹ്മി ഇല്ലേ. അപ്പൊ ഇപ്പൊ ബ്രഹ്മിയാണ് എന്താണ്, ബാക്കോപ്പ ഇസ് ഓൾസോ ബ്രഹ്മി. ദെൻ യു ക്യാൻ സി സം ഈസ്റ്റ്, then you can see some vinga, catharanthus rose. ആ മറ്റേ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചു മുമ്പ് ഉള്ളൊരു ചെടി പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഞാൻ ഈ പ്ലാന്റ് വിങ്ക, ശവന്നാറി എന്ന് പറയും. അപ്പൊ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആസ് വാട്ട്, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. അപ്പൊ പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, നമ്മൾ ആ ഡ്രഗ് ഒന്ന് കഴിച്ചു നോക്കും. ജസ്റ്റ് ആ പൗഡർ ഡ്രഗ് ഒന്ന്, ഇപ്പൊ ഇവിടെ ഹെർബൽ എക്സ്ട്രാക്ട് എടുത്തില്ലേ, ഹെർബൽ എക്സ്ട്രാക്ട് ഇവിടെ എടുത്തില്ലേ, ഈ ഹെർബൽ എക്സ്ട്രാക്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കും, അതിന്റെ കളർ നോക്കും, അതിന്റെ സ്മെല്ല് നോക്കും. അതെല്ലാം എന്താണ്, ഓർഗാനോലെപ്റ്റിക് ഇവാലുവേഷൻ ആണ് കേട്ടോ. ഓർഗാനോലെപ്റ്റിക് ഇവാലുവേഷൻ ആണ് ഏത്, സെൻസറി ഇവാലുവേഷന്റെ വേറെ പേരാണ് ഓർഗാനോലെപ്റ്റിക് ഇവാലുവേഷൻ. അപ്പൊ ഇതൊരു ടെസ്റ്റ് മെത്തേഡാണ്. നമ്മൾ തന്നേക്കുന്നത് കണ്ടോ, പല കളേഴ്സ് കണ്ടോ, അത് നമ്മൾ സ്മെല് ചെയ്ത് നോക്കും, നമ്മൾ കഴിച്ചു നോക്കും, നമ്മൾ കണ്ണുകൊണ്ട് നോക്കും, നമ്മൾ അതിനെ ഫീൽ ചെയ്യാൻ, ടെക്സ്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കും. അതെല്ലാം വിഷ്വലൈസ് ചെയ്യുന്നത് എന്താണ്, സെൻസറി ഇവാലുവേഷൻ ആണ് കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വി ആർ ഗോയിങ് വിത്ത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ആയുർവേദിക് ഡ്രഗ്. So you are having crude drug in your hand. You are going to do that organoleptic evaluation. കോളേജിൽ വരുമ്പോഴേക്കും നമുക്ക് മൈക്രോസ്കോപ്പിക് അനാലിസിസ് നടത്താം. Okay, extractive value also we will be doing in that college. Okay, and taxonomic authentication നമ്മൾ പ്ലാന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യണതാണ്. ഇത് തന്നെയാണോ, ഞാൻ പറഞ്ഞില്ലേ ബ്രഹ്മി എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഉള്ളതാ, ബാക്കോപ്പയാണോ കൊടങ്ങലാണോ, രണ്ട് ടൈപ്പ് ബ്രഹ്മിയുണ്ട്, അത് കറക്റ്റ് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഇസ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദ ഡ്രഗ്. ക്രൂഡ് ഡ്രഗ്സിന് സ്റ്റാൻഡർഡൈസേഷൻ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ഡിറ്റർമൈനിങ് ഇത് തന്നെയാണോ. ചിലരെന്ത് ചെയ്യും, അഡൾട്രന്റ് ചെയ്യില്ലേ, ഇപ്പൊ എന്താണ് കർക്യുമിന് പകരം നമ്മൾ എന്ത് ചെയ്യും, മഞ്ഞളിന് പകരം എന്ത് ചെയ്യും, ജിഞ്ചർ കൊണ്ടിടും, അപ്പൊ അവിടെ ഒരു അഡൾട്രന്റ് വന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫോർ ഇൻക്രീസിങ് ദ ഡിമാൻഡ്
or increasing the biomass. അപ്പോൾ അതിനു വേണ്ടി they are using some standard protocol for assessing the Ayurvedic drug. കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് ബേസിക്കലി പറഞ്ഞത്. So this is very interesting when you do some practical aspect of the plant. പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി നൈസ് കേട്ടോ. നമ്മളത് ഉണ്ടാക്കണം. നമുക്ക് ഹെർബൽ ടീ അതൊക്കെ നല്ല ഡിമാൻഡിങ് ആണ്. ഹെർബൽ ടീക്ക് വരാൻ പേറ്റന്റ് വരെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കെമിസ്ട്രി സ്റ്റുഡൻസ് ഉള്ളവരുണ്ട് അവിടെ അല്ലേ. കെമിസ്ട്രി സ്റ്റുഡൻസ് ഇന്നലെ എന്നെ ഒരു കുട്ടി വിളിച്ചായിരുന്നു, മിസ് കെമിസ്ട്രിക്കാർക്ക് ഇത് പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്. യെസ് ഓഫ് കോഴ്സ് ദേ ആർ ഡൂയിങ് വാട്ട് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. കാരണം അവർക്ക് ഇനി പ്രൊജക്റ്റിന് ചെയ്യാനും നല്ലതാണ് കേട്ടോ. പ്രൊജക്ട് ലെവലിലും നല്ലതാണ്.